ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പവിത്രത്തിൽ സാബുവിന് മുട്ടൻ പണി തന്നെ കിട്ടിയില്ലേ. സാബു ഹോസ്പിറ്റലിൽ കൈയും കാലും ഒടിഞ്ഞു കിടക്കുകയാണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി നമ്മുടെ ഇൻസ്പെക്ടർ സാബുവിനെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പോരായിരുന്നോ, അമിതമായി കഴിച്ചുകൊണ്ടല്ലേ ആക്സിഡൻ്റ് ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് സാബുവിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ സാബു പറയുന്നുണ്ട്, ഇത് ആക്സിഡൻ്റ് ഒന്നും അല്ല, ഒരുത്തിന് എനിക്ക് തന്ന പണിയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പോലീസുകാരനെ തന്നെ ഇത്ര ധൈര്യം കാണിച്ചവൻ ഏതാണെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാം, വേറെ ഒന്നുമല്ല, തൻ്റെ പെങ്ങളുടെ ഭർത്താവ് തന്നെയാണ് വിക്രമാണ് എനിക്ക് ഈ പണി തന്നത്. അവൻ്റെ അച്ഛനെയും ചേട്ടനെയും ഞാൻ ഉപദ്രവിച്ചതിന് അവൻ എന്നെ അടുത്ത് പ്രതികാരം തീർത്താണെന്നൊക്കെ പറയാണ്. നോക്കിയും കണ്ടൊക്കെ ഇരുന്നു, അടുത്തത് നിങ്ങൾക്കുള്ള പണിയാണെന്നൊക്കെ സാബു പറയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോരുകയാണ്. ഇവിടെയാണ് ഈ വിക്രം ത്തിന് ഭക്ഷണം എടുത്തുകൊണ്ട് വരാനായിട്ട് നമ്മുടെ വേദ താഴത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വേദ കേൾക്കാനായിട്ട് പറയുന്നുണ്ട്, വരുണിനെ കൊലപ്പെടുത്തി ഒളിവിലാണ്, എന്നിട്ട് അവൻ വന്ന് സാബുവിനെ തല്ലിച്ചതച്ചപ്പോൾ സാബു ഹോസ്പിറ്റലിലാണ്. ഇനി ഈ എല്ലാ കേസും കൂടി ഇവൻ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെട്ടു പോരും? കൊലപാതകം മാത്രമല്ല, അവന് മറ്റുള്ള ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടി അവനുണ്ടെന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദ പറയും, എല്ലാവരും കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം സാബുവിന് കിട്ടിയ പോലെ പണി വിക്രത്തിനെതിരെ കള്ളപ്പരിപാടികൾ ഒരുക്കിയ ഓരോരുത്തർക്കും കിട്ടും. നോക്കിയും കണ്ടൊക്കെ നടന്ന എല്ലാവർക്കും നല്ലതെന്നൊക്കെ പറയുകയാണ് കേട്ടോ വേദ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, നീ എന്താ ഒരു കോള് വെച്ച് പറയണത്? ഞാനാണ് ഓരോന്ന് ചെയ്തതെന്നാണോ നീ വിചാരിച്ചിരിക്കണേന്ന് ചോദിക്കണ്ടോ. വരുണിനെ കൊലപ്പെടുത്തിയത് ഞാനാണെന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയും, വരുണിനെ കൊന്നത് ആരാണെന്നുള്ളതല്ല, അതെന്തായാലും വഴിയെ തന്നെ അതിൻ്റെ സത്യം ഞാൻ തെളിയിക്കും. വിക്രം അന്തസ്സായിട്ട് ജീവിക്കുന്നതും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇനി ഭാവിയിലത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാര്യങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് നെഞ്ചൊരുക്കത്തോടു കൂടിയിട്ട് വിക്രം ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി കൊല ചെയ്യാൻ കൂട്ടുനിന്നവരും കൊലപാതകങ്ങളും ഓരോന്ന് ചെയ്തവരും ഉള്ളതിനെല്ലാം എണ്ണി വിക്രം പകരം ചോദിക്കും. അതുമാത്രമല്ല, വിക്രത്തിൻ്റെ അച്ഛനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി കിടത്തിയതും കൂടി നിങ്ങളാണെന്ന് അറിഞ്ഞാൽ അതിനുള്ള പണിയും നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് ശ്രീകാന്തിനോട് പറയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ വേദിയും വിക്രമും ഇനി നമ്മുടെ ശ്രീകാന്തിനെതിരെയുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.